ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി സത്യസന്ധമായിട്ടാണോ നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കാം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെജീഷ്യനാണ്. സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ അവർ സ്വന്തമാക്കിയത്. അവരായിരിക്കാം കൂടുതലും നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതും ഇഷ്ടം പറഞ്ഞതും നിങ്ങളെ സ്വന്തമാക്കിയതും ഒക്കെ അവരായിരിക്കാനുള്ള സാധ്യത. കാരണം മെജീഷ്യനാണ്. അവരൊരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അതായത് അവരുടെ ഇപ്പോൾ എന്ന് പറയുന്നത് പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇപ്പോൾ അവർക്ക് ഒരുപാട് സംസാരിക്കാനൊക്കെ തോന്നുന്നുണ്ട് ഈ സമയത്ത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ്, ബ്രേക്കപ്പ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ സത്യസന്ധമായ സ്നേഹം തന്നെയാണ്. സത്യസന്ധമായിട്ടാണ് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളടുത്ത് തുറന്ന് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഒരുപാട് സംസാരിക്കാനാണ് നിങ്ങളടുത്ത് ഇഷ്ടം. ഒരുപാട് നേരം സംസാരിച്ചിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു തുടക്കം വേണം. നിങ്ങളുമൊത്തിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുമൊത്ത് വീണ്ടും ഒരു തുടക്കം വേണം. കാരണം അവർക്ക് ഉണ്ടായിരുന്ന മുൻപത്തെ ആ കാര്യങ്ങളൊക്കെ, പാസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവർക്കിടയിൽ ഇപ്പം നിങ്ങൾക്കിടയിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്താണോ നിങ്ങൾക്കിടയിലെ ഒരു നോ കോണ്ടാക്റ്റ്, അതിനേക്ക് ഉപേക്ഷിച്ച് ആ ഒരു കാര്യം, പാസ്റ്റിലുണ്ടായിരുന്ന കാര്യത്തൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളും മൊത്തം പുതിയൊരു തുടക്കം വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അതൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും നല്ലൊരു കണക്ഷൻ മുന്നോട്ട് നിങ്ങളും ഒത്തുള്ള ഒരു സത്യസന്ധമായ ഒരു കണക്ഷൻ തന്നെയാണ്. ഹൈപ്രിഷ്യസ് ആണ്. കാരണം അവർക്കിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് സ്നേഹമാണ് ഇപ്പോൾ ആ വ്യക്തിക്ക്. ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിലിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരാൻ, അതായത് നോ കോണ്ടാക്റ്റിലൊക്കെ വരുമ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മറച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് പറയണം. പറഞ്ഞ് സോറി പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് പുതിയൊരു വീണ്ടും ഈ കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ട് വ്യക്തിക്ക്. കാരണം എന്താണോ നിങ്ങളുടെ പ്രശ്നം, ഇപ്പം നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ പിരിഞ്ഞത് എന്തുകൊണ്ടാണ്, അതിനൊക്കെ ഈ വ്യക്തിക്ക് തന്നെ അതൊക്കെ നിങ്ങളടുത്ത് വന്ന് പറയണമെന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ മാരേജ് കഴിക്കണമെന്നുണ്ട്, നിങ്ങളൊപ്പരം ജീവിക്കണമെന്നുണ്ട്, ലൈഫ് ലോങ് നിങ്ങളുമൊത്ത് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. കുറച്ച് പേർക്ക് ഇതൊരു മാരേജ് കാർഡ് കൂടിയാണ്. അതായത് എന്താ പറയുക, കുറച്ച് പേർക്ക് ജനറലാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ എങ്ങനെ ആയാലും ശരി, ഈ വ്യക്തി നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് മാത്രം ഇതൊരു മാരേജിലൊക്കെ ഒരു മാരേജ് വരെ എത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങളുമൊത്തൊരു മാരേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ സമയത്ത്. അതിനായിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അവർ നിങ്ങളടുത്തേക്ക് പറയും. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാത്തവർക്കും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരു ഫാമിലി പോലെയാണ് അവർ നോക്കിക്കാണുന്നത് കേട്ടോ. നിങ്ങളെ സത്യത്തിൽ ഈ വ്യക്തിയുടെ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ്, ഒരു വൈഫ്, അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങളുമൊത്ത് മുന്നോട്ട് ജീവിക്കാനാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. ടെമ്പറൻസ് ആണ്. അതായത് ഒരുപാട് സ്നേഹം ഇപ്പോൾ നിങ്ങളടുത്തുണ്ട് കേട്ടോ. ഈ വ്യക്തി ഈ സ്നേഹബന്ധം നല്ലൊരു എന്താ പറയുക, ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ്, പിരിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ
ഈ വ്യക്തി ഇപ്പോൾ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ജീവിതം വീണ്ടും പുതിയൊരു കണക്ഷൻ, പുതിയൊരു വഴിത്തിരിവിലേക്ക് പോകും തന്നെയാണ് നമുക്ക് ഈ കാർഡ്സിൽ പറയാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ കണക്ഷൻ വീണ്ടും ഒന്നും കൂടി ഒന്നിനെ തുടങ്ങാനാണ് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എല്ലാം മറന്ന്, മറ്റു കാര്യങ്ങളൊക്കെ മറന്ന് പഴയതുപോലെ നിങ്ങളും ആ വ്യക്തിയുമായിട്ട് വീണ്ടും ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകണം. എല്ലാ രീതിയിലും നിങ്ങളെ ആ വ്യക്തി ഇപ്പോൾ നോക്കി കാണുന്നുണ്ട്. ഒരുപാട് സ്നേഹം. ഇപ്പം ഈ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വേണ്ട വിധത്തിൽ ഒരു പരിഗണിക്കാത്ത വ്യക്തിയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ അതൊക്കെ മറന്ന് വീണ്ടും നിങ്ങളെ ചേർത്ത് വെക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ വേണം, നിങ്ങളില്ലാതെ പറ്റില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹത്തോടെ അവർ നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ രാത്രിയിലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഈ വ്യക്തിക്ക്. ഇത് ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് കാർഡിന് കാണിക്കാൻ പറ്റില്ല. ഒത്തിരിയേറെ ഫീലിങ്സോട് കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് കേട്ടോ. നമുക്ക് കാണാം, നൈറ്റ് ഓഫ് ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് മനസ്സിൽ ഒരുപാട് സ്നേഹത്തോടെയാണ് ആൾ കാണുന്നത്. നല്ലൊരു പാർട്ട്ണർ, നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നല്ലൊരു പാർട്ട്ണറായിട്ടാണ്, അതായത് അവരുടെ ഒപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾ മാത്രമാണ് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നതും. അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് എന്ന് തോന്നുന്നത് നിങ്ങളെ തന്നെയാണ്. എല്ലാം കൊണ്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒപ്പം മുന്നോട്ട് പോകാൻ പറ്റിയൊരു പാർട്ട്ണർ അത് നിങ്ങളെയാണ് അവർ നോക്കിക്കാണുന്നത്. വാൺസ് ഇപ്പോൾ അവരിപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് അവരുടെ ചിന്താഗതി കേട്ടോ. നിങ്ങളെ നേടിയെടുക്കാനുള്ള ആ ഒരു ചിന്താഗതിയോട് തന്നെയാണ് അവരിപ്പോൾ ഉള്ള സത്യസന്ധമായ സ്നേഹം തന്നെയാണ് കേട്ടോ നിങ്ങളടുത്ത് കാണിക്കുന്നത്. കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ഈഗോ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതായിരിക്കണം ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം നിങ്ങളും അവരും തമ്മിൽ പിണങ്ങി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സോറി പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ നിങ്ങളെ വ്യക്തിയെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സ്വഭാവമായിരിക്കാം നിങ്ങൾക്ക് കൂടുതലും. അതാണ് അവർക്കിഷ്ടം. നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം, അവരായിട്ട് ഇങ്ങോട്ട് വരില്ല. കുറച്ച് ഈഗോ ഉണ്ട്, കുറച്ച് ദേഷ്യക്കാരനാണ്, കടമ്പിടുത്തം പിടിക്കുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു കാർഡ്സിൽ നിന്നും എടുത്തു നോക്കാം കുറച്ച് കാർഡ്. ഈ കാർഡ്സിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അവരുടെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ്. ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് ആണ്, നോ കോണ്ടാക്റ്റ് ആണ്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് വരുമെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളും ചില സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോയി ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതിനു ശേഷം ഇപ്പോൾ പോകുന്നുണ്ടാവില്ല. അപ്പോൾ ആൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും അവർക്ക് വളരെ ദുഃഖത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. നിങ്ങളില്ലാത്തത് അവർക്ക് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. നമുക്ക് ഒരു കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജി കിട്ടി. ഇപ്പോഴും കൂടുതലും അവർ ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു, നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് സോറി പറഞ്ഞ് ആണ് നിങ്ങൾ തമ്മിലുള്ള പിണക്കം തീർക്കുക. അപ്പോൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്. ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെ അത് പറയാൻ പറ്റും. ഇത് ജനറലാണ്. അപ്പോൾ പിന്നെ വേഗം അങ്ങോട്ട് ചെന്ന് ഇതാക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ എന്നുവെച്ചാൽ ഇതൊരു ജനറലാണ്. അപ്പോൾ ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ആവുന്നവരുടെ റീഡിങ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണമെന്ന് ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ ഇങ്ങോട്ട് തന്നെ വരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പക്ഷെ അവരുടെ ആഗ്രഹം അതാണ്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം, ചെന്നിട്ട്
ചെന്നാൽ അവർ അല്ലെങ്കിൽ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഈ വ്യക്തിക്ക് കുറച്ച് ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. ഇങ്ങോട്ട് വന്നാൽ അവരുടെ എന്താ പറയുക, അവരുടെ അവർക്ക് എന്തോ പോലെ ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഈഗോ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹമുണ്ട് ഈ സമയത്ത് കേട്ടോ. അവർ ആ സ്നേഹമൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ് നിങ്ങളടുത്തും. നിങ്ങളെ ഒന്ന് മിണ്ടിയാലല്ലേ എല്ലാം ഒന്ന് ഇതാക്കാൻ പറ്റും. അപ്പം ഈ സമയത്ത് അവർ എല്ലാം അടക്കി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. സത്യസന്ധമായ സ്നേഹമാണ്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒരുപാട് ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ വന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളെ വന്ന് കാണണമെന്നുണ്ട്. കാരണം കുറച്ചൊക്കെ എടുത്തുചാട്ടം കൂടുതലാണ് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് എടുത്തുചാട്ടവും കാള പെറ്റു എന്ന് അറിയുമ്പോഴേക്കും കയറെടുക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം. അങ്ങനത്തെ ഒരു എടുത്തുചാട്ടം. ഇങ്ങനെ നോ കോണ്ടാക്റ്റ് ആയിട്ട് കുറേ നാളൊന്നും നിൽക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഇത് കാണുന്ന സമയത്ത് അങ്ങനെ കുറേ സമയമൊന്നും ഒരു ബ്രേക്കപ്പായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അല്ല. ഒരു മാസം 2 മാസം 3 മാസം കൂടി പോയാൽ അത്രമാത്രം കേട്ടോ. അത് അങ്ങനെ കൂടുതലിങ്ങനെ കുറേ നാളുകളൊന്നും ഇവർക്ക് ഇങ്ങനെ മാസങ്ങളോളൊന്നും നിൽക്കുന്ന ആൾക്കാരുടെ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടി പോയ 1 മാസം 2 മാസം 3 മാസത്തിനകം അതിൻ്റെ കൂടുതൽ ഈ വ്യക്തിക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങളെ കാണാതെ. അങ്ങനത്തെ ആൾക്കാരുടെ റീഡിംഗ് ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അങ്ങനെ കൂടുതലും നോ കോണ്ടാക്റ്റിൽ ബ്രേക്കപ്പായിട്ട് അങ്ങനെ പോകുന്ന എനർജി അല്ല നമുക്ക് ഇന്ന് കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നത്. അത്രത്തോളം സത്യസന്ധമായ സ്നേഹമാണ് നിങ്ങളടുത്ത്. ഒരു വാശിയാണ്, ഇണക്കവും പിണക്കൊക്കെയുള്ള ഒരു കുറുമ്പൊക്കെയുള്ള ഒരു കുട്ടിത്തം നിറഞ്ഞൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി കേട്ടോ. നിങ്ങളടുത്ത് മാത്രമായിരിക്കും ആ സ്വഭാവം, എല്ലായിടത്തും അല്ല. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ നോ കോണ്ടാക്റ്റ് ആയിട്ട് ഒരു ബലം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലും, അല്ലെങ്കിൽ അവന് ഇങ്ങോട്ട് വരട്ടെ, ഒരുപാട് സ്നേഹമുണ്ട്. ഇങ്ങനെ കാത്തിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി വരും എന്നുള്ള. അപ്പം നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടാവില്ല. ആദ്യമൊക്കെ നിങ്ങൾ കുറേ അങ്ങോട്ട് ചെന്നിട്ടുണ്ടാവും. ഇപ്പം നിങ്ങളും കുറച്ച് ബലം പിടിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ വരും കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് എടുക്കുന്നുണ്ട്. ഉത്രട്ടാതി, പൂരം, കോഴിക്കോട്, വൈറ്റ് ബട്ടർഫ്ലൈസ്, അത്തം, ബ്ലൂ കളർ, രോഹിണി, ഓഗസ്റ്റ്, എറണാകുളം. ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം, ഗൾഫിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം. റെഡ് കളർ, ഗൾഫ് രാജ്യം എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യത്തുള്ള ആൾക്കാരായിരിക്കാം. ഏപ്രിൽ 11 കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാകാം. ഇപ്പോൾ തൃക്കേട്ട, ഉത്രാടം, ലെറ്റർ എൽ ആണ് കിട്ടിയിരിക്കുന്നത്, എൽ. മാർച്ച് മാസം, പൂരുരുട്ടാതി, 18 കേട്ടോ, 18, 37, 28, 16, 27, 2 എന്ന് കിട്ടിയിട്ടുണ്ട്. 58 എന്നാണ്. 39 ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലോസ് ആയിട്ട് എടുത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും, അത് നിങ്ങളുടെ റീഡിങ് തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്